നമസ്തേ. ഇന്ന് നിങ്ങളോട് സുരേഷ് ഗോപിയെ പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നു. സുരേഷ് ഗോപി എന്ന ബി.ജെ.പിയുടെ വലിയ പ്രതീക്ഷയോടുകൂടി ബി.ജെ.പി കണ്ടിരുന്ന, നരേന്ദ്രമോദി കണ്ടിരുന്ന, അമിത്ഷാ കണ്ടിരുന്ന, കേരളത്തിലെ ജനങ്ങൾ കണ്ടിരുന്ന ഒരു മന്ത്രിയാണ് സുരേഷ് ഗോപി. ഇന്ന് എം.പി ആയി മന്ത്രിയായ ഒരാളാണ്. ആദ്യമായിട്ട് ബി.ജെ.പിക്ക് ഒരു ആളെ തെരഞ്ഞെടുപ്പിലൂടെ അങ്ങ് പറഞ്ഞയക്കാൻ പറ്റിയ ഒരാളായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി. പക്ഷെ ഇന്ന് എനിക്കൊരു സംശയം, ഈ സുരേഷ് ഗോപി ബി.ജെ.പിക്ക് ഒരു തലവേദനയായി മാറുമോ എന്ന്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. കാരണം അയാൾ ഇന്ന് കേരളത്തിൽ ഇടക്കിങ്ങനെ വരും, ഒരുപാട് പോഷത്തരം അങ്ങനെ സംസാരിക്കും. അയാൾ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ ഒരു പ്രോഗ്രാമിൽ സംസാരിക്കുന്നത് കണ്ടു. എന്തൊരു അഭിനയമാണ്! അയാളൊരു നടനാണ്, അതൊക്കെ ശരിയല്ലേ. പക്ഷെ അതിലുപരി അയാളെന്നൊരു ജനകീയനായിട്ട് ജയിച്ചു വന്ന ഒരു 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 മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയ മന്ത്രിയൊന്നുമല്ല, ക്യാബിനറ്റ് മന്ത്രിയൊന്നുമല്ല, സാധാരണ ഒരു ഒരു എന്താ സഹമന്ത്രി, അത്രയേ ഉള്ളൂ. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഒന്നും ആദ്യം തന്നെ ഇപ്പൊ ആർക്കും കൊടുക്കൊന്നുമില്ല, അങ്ങനെ അയാൾക്കും കൊടുത്തിട്ടില്ല. പക്ഷെ അയാള് ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു ഒരു പ്രോഗ്രാമില് പത്രക്കാരൊക്കെ മുന്നിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ പത്രസമ്മേളനമല്ല, ഏതൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, കിട്ടുന്നല്ല, ഞാനത് മറന്നു. അപ്പം അത്രേ അത് നോക്കിയിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ അയാളിങ്ങനെ സംസാരിക്കുമ്പോ ഭാവാഭിനയത്തിന്റെ ചെപ്പ് ഇങ്ങനെ തുറക്കുകയാണ്. ഭാവാഭിനയത്തിന്റെ ചെപ്പ് തുറന്നുകൊണ്ട് ഇങ്ങനെ അഭിനയിച്ചിട്ട് ഇങ്ങനെ കാണിച്ച് അതിങ്ങനെ ആ ഒരു വേണ്ടാത്തൊരു താടി, ഒരു മന്ത്രിക്ക് പറ്റിയ ഒരു താടിയാണ്. ഒരു സിന്ധി പശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നത്, ഒരു ഒരു വെള്ളത്താടി, ഒരു കറുത്ത കിതാവ് വേറെ ഒക്കെ വെച്ച് ഈ എന്തൊരു രൂപമാണ് അതൊക്കെ. ഇതൊന്നും കേരളത്തിലുള്ള ബി.ജെ.പി നേതാക്കന്മാർക്ക് ഇയാളോടൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? അങ്ങനെ തുമ്മിയ തെറിക്കുന്ന മൂക്കാണ്, അങ്ങ് പോട്ടെ എന്ന് വെച്ചാൽ മതി. ബി.ജെ.പിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2 സീറ്റുള്ളപ്പോഴും, കേന്ദ്രത്തിൽ 2 സീറ്റുള്ളപ്പോഴും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആൾക്കാരായിരുന്നു ബി.ജെ.പിക്കാര്. ബി.ജെ.പിക്ക് ഇന്ന് ഒരു മന്ത്രി ഉണ്ടായിക്കൊള്ളണം, അല്ലെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും പോയി തന്നെ അവിടെ കൊണ്ട് ഭരിച്ചോളണം ഒന്നുമില്ല. പക്ഷെ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടണം എന്നുള്ള ഒരു വാശിയുള്ളത് കൊണ്ട് അതിനു വേണ്ടി അയാൾ പ്രവർത്തിച്ചു. അയാളെ സിനിമ കൂടി അതിനൊരു ചെറിയ ഒരു 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 പുഷായി എന്നേ പറയാനുള്ളൂ. സിനിമയിൽ അയാള് വലിയ സംഭവം ആയിരിക്കാം എന്നേ ഞാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അയാള് കുറെ എന്തൊക്കെയോ കുറെ വീടുകൾക്ക് വീട് ഉണ്ടാക്കി കൊടുത്തും കുറെ രോഗികളെ രക്ഷപ്പെടുത്തി, അതൊക്കെ നല്ല കാര്യം തന്നെ. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് അയാൾ ഒരു നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തു. പക്ഷെ അതൊക്കെ വന്നു കഴിയുമ്പോൾ വന്ന പ്രസ്ഥാനത്തിന് ഒരു വിലയുമില്ലാത്ത തരത്തിലുള്ള സംസാരിക്കുന്നത് ഒരു ശരിയല്ല കാര്യമായി എനിക്ക് തോന്നിയില്ല. ഞാനൊക്കെ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് പ്രസ്ഥാനത്തിലൂടെ തന്നെ മുന്നോട്ട് വന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇയാൾ പറയുന്ന പോഷത്തരം, ഇയാൾക്കിപ്പോ തൃശ്ശൂർ തന്നെ വരാൻ സമയമുണ്ടോ എന്നൊരു സംശയമുണ്ട്. തൃശ്ശൂരൊന്നും അങ്ങനെ പഴയ മാതിരി പോകാനും തൃശ്ശൂർക്കാരെ കാണാനൊന്നും ഇയാൾക്ക് എം.പിക്ക് സമയമില്ല എന്നാ തോന്നുന്നത്. മന്ത്രിയായതിനു ശേഷം ഇപ്പൊ ഇന്ന് ടി.വിയിൽ അല്ല ഇതിൽ കണ്ടു, നമ്മുടെ മൊബൈലിൽ വാട്സപ്പിലോ അല്ല ഫേസ്ബുക്കിൽ എന്തോ വന്ന് കണ്ടു, എന്തോ ഒരു റെയിൽവേ സ്റ്റേഷൻ 50 കൊല്ലത്തെ അപാര വികസനം അങ്ങ് തൃശ്ശൂര് നടത്താൻ പോവാ. ഇയാളിലേക്ക് നടക്കൂ, എല്ലാ റെയിൽവേ സ്റ്റേഷനും വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇയാളെ ഒരു ഇതിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഇയാൾക്കൊരു പേരുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് തന്നെയാലും അയാൾ ഇവിടെ കേരളത്തിൽ വരും, ഡൽഹിയിൽ നിന്ന് ഇടയ്ക്ക് കേരളത്തിൽ വരിക, വന്നിട്ട് കുറെ ഭോഷത്തരം പറയുക. പാർട്ടിക്ക് പിടിച്ചിടത്തോ പാർട്ടി പറയുന്നിടത്തോ നിൽക്കാതെ എന്തൊക്കെയോ ഭോഷത്തരം പറഞ്ഞുകൊണ്ട്
എന്തൊക്കെയോ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ തരത്തിലുള്ള ഒരു അഭിനയമൊക്കെ അങ്ങ് കാണിച്ചിട്ട് അങ്ങ് മടങ്ങിപ്പോകും. അത് തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമേ എത്തുന്നുള്ളൂ എന്നും പറയുന്നത് കേൾക്കും. അവിടെ 2 സ്ഥലത്ത് മാത്രം അറ്റൻഡൻസ് കൊടുത്തിട്ട് ഇയാൾ മടങ്ങിപ്പോയി. ഇയാൾ അവിടുത്തെ എം പി അല്ല. ഇയാള് തൃശ്ശൂരുകാര് എം പി ആണ്. തൃശ്ശൂരിലെ ഓരോ പ്രവർത്തകരും വളരെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇയാളെ വിജയിപ്പിച്ചത്. ഇയാള് വെറും സിനിമാ നടനായിട്ട് പോയിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നാ ജയിക്കൊന്നുമില്ല. അത് മോദിയുടെ പ്രഭാവവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ കഠിന പ്രയത്നവും പിന്നെ ഇയാൾക്ക് സിനിമയിലൂടെയും ഒരു മതേതരത്തിന്റെ ഒരു മുഖമൊക്കെ ഉള്ളത് കൊണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികളും ചില മുസ്ലിമുകളും ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടായേക്കാം. അങ്ങനെയൊക്കെ ജയിച്ച ഒരാളായാണ്. അപ്പൊ ഇയാള് ശരിക്കും തൃശ്ശൂരുകാരെ പൊന്നുപോലെ നോക്കണം. തൃശ്ശൂരുകാരെ എന്നും എവിടെ കണ്ടാലും സല്യൂട്ട് ചെയ്ത് നോക്കേണ്ട ഒരാളാണ്. ഇയാൾക്ക് ഞാൻ ഇത് പറയല്ലോ, ലിംഗവിവേചനം അങ്ങനെ ഒരു കാര്യം പറയല്ല. ഇയാൾക്ക് ആണുങ്ങൾ ഷെയ്ക്കാൻഡ് കൊടുത്ത ഷെയ്ക്കാൻഡ് തിരിച്ചു കൊടുക്കാൻ വരെ മടിയാ. ഇയാള് കൈ മാറ്റും. ഞാൻ എത്രയോ പിന്നെ വീഡിയോകളിൽ കാണാം. ഒരു പാവപ്പെട്ടവൻ, കാണാൻ ഗ്ലാമർ ഇല്ലാത്തവൻ ഒന്ന് കൈ കൊടുത്താൽ ഇയാള് കൈ മാറ്റിക്കളയും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, എന്തൊക്കെ സുരേഷ് ഏട്ടൻ ഭയങ്കര സംഭവമാണ്, സുരേഷ് ഏട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാൾ വല്ലാത്തൊരു മനുഷ്യനാണെന്നൊക്കെ നിങ്ങൾ എന്ത് തന്നെയൊക്കെ പറഞ്ഞ് അയാൾക്ക് എല്ലാ PR വർക്കും ചെയ്ത് അയാൾ എവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിലും അയാൾക്ക് കുറെ ഇങ്ങനെയുള്ള കുറെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. വേറെ ചിലവർക്ക് അയാളെ ഏട്ടനാകാം, ചേട്ടനാകാം, അച്ഛനാകാം, ജ്യേഷ്ഠ സഹോദരനാകാം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം. അയാള് പാവപ്പെട്ട ഒരുപാട് ആൾക്ക് അയാൾ അധ്വാനിച്ച പൈസയിൽ നിന്ന് പണം കൊടുത്തുകൊണ്ട് അയാൾ സഹായിച്ചിട്ടുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഗതിയുമാണ്. അത് അയാൾ വല്ലാതെ ചെയ്തിട്ടുണ്ട്. അയാൾ ഒരുപാട് ആൾക്കാരെ അയാൾ നോക്കിയിട്ടുണ്ട്. അത് അയാൾ ഒരു വലിയ സംഭവമാണ് ചെയ്തത്. അതൊക്കെയാണ് ജനങ്ങൾ അയാളെ ജയിപ്പിക്കാൻ കാരണം. അങ്ങനെ അയാൾ ഒരു സഹമന്ത്രി, അയാൾ പറയുന്ന വാക്കുകളൊക്കെ ഇപ്പൊ അന്ന് വയനാട്ടിൽ നടന്ന സമയത്തൊക്കെ പ്രധാനമന്ത്രിയെ ഞാൻ 6 മണിക്ക് വിളിച്ചിരുന്നു. ഒരു സഹമന്ത്രി പ്രധാനമന്ത്രിനെ വിളിക്കുക, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഏതെങ്കിലും ഒരു ക്ലർക്കിനെ വിളിക്കുക, ഒരു സഹമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇയാളെ കല്യാണത്തിനൊക്കെ വന്നതൊക്കെ ശരിയല്ലേ? അതും പാർട്ടിയുടെ ഒരു പ്രൊപ്പഗാൻഡൊക്കെയാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആയിട്ട് വന്നതായിരിക്കും. അല്ലാണ്ട് ചിലപ്പോ കുറച്ച് ഫ്രണ്ട്ഷിപ്പും ഉണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ അതിലൂടെ ഒരു ജനങ്ങളെ BJPയിലേക്ക് എടുക്കാം എന്നുള്ളത് നരേന്ദ്രമോദിയുടെ തല. പക്ഷെ ഇയാള് പറയുന്നത് കേട്ടാൽ ഞാൻ ഇന്നലെ അമിത്ഷായെ വിളിച്ചു. അമിത്ഷാനെ ചിലപ്പോ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് സഹമന്ത്രി വിളിക്കും, ഓക്കെ. എന്നാലും അയാൾ ക്യാബിനറ്റ് റാങ്കിൽ ഇരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ അതേ പദവിയിൽ ഇരിക്കുന്ന വലിയൊരു മനുഷ്യനാണ് അയാള്. അയാളൊക്കെ ഞാൻ വിളിച്ചു, ചോദിച്ചു. പിന്നെ ഞാൻ ഇടക്കിടക്ക് പ്രധാനമന്ത്രിയുടെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ഒക്കെ. പിന്നെ ഇന്ത്യന്റെ പ്രധാനമന്ത്രി, ലോകത്തിന്റെ നേതാവ്, ലോക നേതാക്കന്മാരെ മുഴുവൻ സല്യൂട്ട് അടിച്ചു നിൽക്കുന്ന വലിയൊരു മഹാ വ്യക്തി, ഇന്നൊക്കെ ഇപ്പൊ കണ്ടില്ലേ നിങ്ങള്? പോളണ്ടിലേക്ക് തീവണ്ടി, പോളണ്ടിൽ നിന്ന് യുക്രൈനിലേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് പോവുകയാണ്. 10-13 വലിയ വലിയ മഹാന്മാരൊക്കെ തീവണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി 91 ആണ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ആ പോളണ്ടിൽ പോകുന്നതും. അവിടുന്ന് ഈ യുക്രൈൻ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഒരു പ്രധാനമന്ത്രി യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു സംഗതി തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ളൊരു മഹൽ വ്യക്തിയാണ് അയാൾ. അയാളെയൊക്കെ അയാളടുത്ത് ഇപ്പൊ സാധാരണക്കാരന് പോകാൻ ഒന്നുമില്ല. അയാളെല്ലാരെയും ഒരേപോലെ കാണുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് വരെ ഇരിക്കാൻ കഴിവുള്ളതും അങ്ങനെ ചിന്തിക്കാൻ മനസ്സുമുള്ളതുമായ ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഒരു പ്രധാനമന്ത്രിയാണ്, ഒരു ഭാരതത്തിന്റെ പുത്രനാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ. അയാളെ ഞാൻ വിളിച്ചെന്നേ. ആ നരേന്ദ്രമോദിനെ വയനാട്ടിൽ നിന്ന് ഇങ്ങനെ പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ രാവിലെ 6 മണിക്ക് വിളിച്ചു. ഞാൻ സംസാരിച്ചു. ഇത് 6 മണിക്ക് ഇയാൾ വിളിക്കുമ്പോഴേക്ക് ജോർജ് കുര്യൻ ഇവിടെ എത്തിന്.
ജോർജ് കുര്യന്റെ സംഭവം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചൊന്നല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉള്ള നിർദ്ദേശപ്രകാരം അയാൾ ബാംഗ്ലൂർ വന്ന് ഇറങ്ങി അവിടെ നിന്ന് കോഴിക്കോട് എത്തി. കോഴിക്കോട് അയാള് ഇവിടെ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അയാൾ തിരിച്ചു പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പത്രങ്ങളും ആൾക്കാരും അലങ്കോലവും മറ്റേ ചെണ്ടയും മദ്ദളമൊന്നും ഇല്ലാണ്ടാണ് അയാൾ വന്നത്. അയാൾ കാര്യങ്ങൾ ചെയ്തു, അയാൾ തിരിച്ചുപോയി. അയാൾ രണ്ടാമത് പ്രധാനമന്ത്രി വന്ന് എല്ലാവരെയും കാണുന്ന സമയത്ത് അതിന്റെ കൂടെ വന്ന് തിരിഞ്ഞു കളിച്ച് വേണ്ടാത്ത കളികളൊന്നും അയാൾ ചെയ്തിട്ടില്ല. അയാൾക്ക് ചെയ്യാനും പറ്റില്ല. അയാൾ പാർട്ടിയുടെ അച്ചടക്കത്തോടു കൂടി, പാർട്ടിയുടെ വളരെ അച്ചടക്കത്തോടു കൂടി പാർട്ടിയിലൂടെ വന്ന ഒരു വലിയ മഹൽ നേതാവാണ് ജോർജ് കുര്യൻ. അയാളെ ഒന്നും നമുക്ക് മറക്കാൻ പറ്റൂ. പക്ഷെ ഇയാള് സംസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊന്നും പറഞ്ഞത് കേൾക്കില്ല. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഞാൻ 2 ദിവസം അവിടുന്ന് ഭക്ഷണം കഴിക്കാണ്ട് നിൽക്കും. ഞാനും മൈൻഡ് ചെയ്യില്ല. അങ്ങനെയൊക്കെ പറയുന്ന ടൈപ്പിലുള്ള ഒരാളാ. അപ്പൊ ഇയാള് രാഷ്ട്രീയത്തിലേക്ക്, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലേക്ക് ഇറങ്ങി വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അയാൾക്ക് കേരളം മുഴുവൻ ഓടി നടന്നു, ഭാരതം മുഴുവൻ വേണമെങ്കിൽ ഓടി നടന്ന് ജനങ്ങളെ കയ്യിലെടുക്കുവാനും, ഒന്നില്ലെങ്കിൽ മലയാളികളെയെങ്കിലും കയ്യിലെടുക്കാനും. സുരേഷ് ഗോപി വേറെ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ വലിയ നടനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ മൈൻഡ് ചെയ്തൊന്നും വരില്ല. പക്ഷെ അയാൾക്ക് ഒരു മന്ത്രി എന്ന നിലയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള മലയാളികളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രയത്നിക്കാനും ആ പാർട്ടിയുടെ ഒരു മുഖമുദ്രയായി മാറാനൊക്കെ ഉള്ള എല്ലാ പവറും അയാൾക്ക് ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു മന്ത്രി എന്ന നിലയിൽ അയാൾക്ക് എവിടെയും ഓടി നടക്കാൻ ഇത് കൊടുത്തിട്ട്. അപ്പൊ അയാൾ പറയുന്നത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് സിനിമയല്ലാതെ മറ്റൊന്നുമില്ല, സിനിമയിൽ അഭിനയിക്കണം. ഒരു മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? ഒരു സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം ഒരിക്കലും പറ്റുമോ? അങ്ങനെ ഒരു ഇതില്ല. സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് ഇരിക്കുക എന്നുള്ളത്. ഇപ്പൊ സ്മൃതി ഇറാനിയൊക്കെ പണ്ട് സീരിയലിലൂടെയൊക്കെ വന്നതാണ്. പക്ഷെ അവരും മന്ത്രിയായതിനു ശേഷമൊക്കെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഫുൾ ടൈം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയില്ലേ? അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു 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 നേതാവായി മാറേണ്ട ആളായിരുന്നു സുരേഷ് ഗോപി. അയാൾ നേതാവാകുകയല്ല, മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അയാൾ തലക്കെന്തോ ഹാല് പിടിച്ച മാതിരി വേറെ എന്തോ ഒരു തരത്തില് ഒരു മത്ത് പിടിച്ചു പോയോ എന്നൊരു സംശയം. അധികാരത്തിന്റെ മത്താണോ ഈ സുഖലോല? എന്തിന് അയാൾക്ക് അധികാരത്തിന്റെ മത്ത? അയാൾക്ക് പൈസേന്റെ ഒന്നും ഉണ്ടാവില്ലല്ലോ. സുഖം അനുഭവിക്കുന്ന ആളാണ്, പണം ഒരുപാടുള്ള ആളാണ്. അങ്ങനെ അതുകൊണ്ട് അതിലൊന്നും അയാൾ മതോന്മത്തനാവില്ല. അയാൾ ആകുന്നുണ്ടെങ്കിൽ ഒരു അധികാരത്തിന്റെ ഒരു സുഖം അറിഞ്ഞുകൊണ്ട് ഇയാൾ തല ഇതായി പോകുമെന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സുരേഷ് ഗോപി എന്നും BJPക്ക് ഒരു തലവേദനയാകുമോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ എന്നല്ല, പണ്ടൊരു വലിയ നേതാവ്, BJPയുടെ ഒരു വലിയ നേതാവ്, വലിയൊരു സ്ഥാനത്തിരുന്ന നേതാവ് എന്നോട് എന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കർണാടകയിൽ ഒരു പരിപാടിക്ക് ഇയാളെ കൊണ്ടുവരാൻ വേണ്ടി, മലയാളികളുടെ ഒരു പരിപാടിക്ക് വേണ്ടി ഇയാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ മുമ്പ്, ഒരു 5-6-7 കൊല്ലം മുമ്പാണ്. അപ്പം ഇങ്ങനെ കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി അയാളെ ഒരു ഫോൺ നമ്പർ ഒന്ന് കിട്ടണം, നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്ത് തരണം, അയാളെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞു. വലിയ നേതാവാട്ടോ, ചെറിയ നേതാവൊന്നുമല്ല. അയാൾ എടുത്ത വഴിക്ക് എന്താ പറയുക, നീ വിചാരിക്കുന്ന മാതിരി ഒന്നല്ല അയാൾ. അയാളിത് വിളിക്കാൻ നിൽക്കണ്ട. അയാളോട് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അയാൾ അങ്ങോട്ടാ പോകുക. അയാൾ പാർട്ടി പറയുന്നിടത്ത് നിൽക്കുന്ന ആളൊന്നുമല്ല. അയാൾ പിന്നെ നമ്മളൊരു ഇതിലേക്ക് വന്ന ആളെ കൊണ്ടു നടക്കുക എന്നല്ലാണ്ട് വേറെ യാതൊരു കാര്യമില്ല. അതിനോട് വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട എന്ന് അയാൾ അന്ന് പറഞ്ഞിരുന്നു. പിന്നെ എനിക്കത് തോന്നി. പിന്നെ ഇയാളെ ആ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റിയ ഒരു സംഗതിയല്ല. എനിക്കിതിപ്പോ ഇതിങ്ങനെ പറയാൻ തോന്നിയത് വേറെ ഒന്നും കൊണ്ടല്ല. അയാളിപ്പോ കഴിഞ്ഞ ദിവസവും വന്ന് അയാൾ ആ ഒരു പ്രസംഗവും കാര്യങ്ങളും, എന്തെങ്കിലും ഈ മൈക്ക് ആരെങ്കിലും എടുത്തങ്ങ് കൊടുക്കും. ഈ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ പല വിഡ്ഢിത്തങ്ങളും പല ആക്ഷനോട് കൂടിയുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു ബോറനായിക്കൊണ്ടിരിക്കുന്നു. ആ ബോറത്തരം കണ്ടപ്പോ എനിക്ക് എന്റെ പ്രേക്ഷകരോടെങ്കിലും ഒന്ന് ഇത് പറയണമെന്ന് വല്ലാതെ അങ്ങ് തോന്നി. അതുകൊണ്ട് പറയുകയാണ്. ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ തെറ്റും, സുരേഷ് ഗോപിയെ ദൈവമായി കാണുന്ന
ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഞാൻ ഇതിനോട് സോറിയും ചോദിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇനി പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഞാൻ പറയുന്നത് ഞാൻ ആ പ്രസ്ഥാനത്തിലുള്ള ഒരാള് എന്നുള്ള നിലയിലാണ്. ആ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്ന ഒരാള് എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും പ്രേമവും ഒക്കെ അദ്ദേഹത്തിനോട് കാണിക്കുന്നത് കാണിച്ചു മുന്നോട്ട് പോയിക്കോട്ടെ. അതങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സുരേഷ് ഗോപി നന്നാവുമെന്ന് വിചാരിക്കുന്നു. ബിജെപിക്ക് എന്നും സുരേഷ് ഗോപി ഒരു തലവേദന, കോൺഗ്രസ്സുകാർക്ക് രാഹുൽ മാതിരിയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുന്നു. അയാള് ഇനിയും നല്ലൊരു മന്ത്രിയായി, നല്ലൊരു രാഷ്ട്രീയക്കാരനായി, നല്ലൊരു ഒരു മനുഷ്യനായി മാറട്ടെ. മനുഷ്യൻ എന്ന് പറയാൻ അയാൾ നല്ല മനുഷ്യൻ തന്നെയാണ്. സോറി അവിടെ പറഞ്ഞതിൽ. അയാള് വലിയൊരു നേതാവായി മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പിന്നെയും കാണാം. നമസ്തേ.